എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞാലേ ഇപ്പം നമുക്ക് ഓണം എത്തിയല്ലോ. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ സദ്യക്ക് വിളമ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറുനാരങ്ങ ഒരു അച്ചാറാണ്. നാരങ്ങ അച്ചാർ ഇല്ലാതെ ഒരു സദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ അതെ, നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാറൊക്കെയാണല്ലോ സദ്യയുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അധികം സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി കുട്ടകം ഉണ്ടെങ്കിൽ ഉപ്പും ഒന്നും തേച്ചിട്ടൊന്നുമില്ല. ഇത് മുഴുവനും കൂടെ വേഗുന്ന രീതിയിൽ നമ്മൾ ആക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരാവി വാട്ടിയെടുക്കുക. അപ്പൊ നമ്മൾ കുക്കറിന് മറ്റേ ഇതൊന്നും വെക്കണ്ട, അല്ലാതെ തന്നെ ഇതായിക്കോളും. അപ്പൊ നമ്മൾ ഇപ്പുറത്തെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്തോട്ട് നമുക്ക് അതിന് വേണ്ട മസാലക്കൂട്ടുകളൊക്കെ ഇതിന്റെ അകത്ത് ഒരു മസാല നമ്മൾ ചേർക്കുന്ന വെച്ചാല് 1 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലിയുണ്ട്. മല്ലി ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി ഇടാൻ നിൽക്കണ്ട, മല്ലി തന്നെ മതിയേ. പിന്നെ 3-4 നമ്മുടെ സാധാരണ വറ്റൽ മുളകും. ഇത് നമ്മുടെ ഉലുവ നമ്മൾ ഒരു 2 ടീസ്പൂണ് അത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചീനച്ചട്ടിയിലോട്ടിട്ട് ചുമ്മാ ഒന്ന് വറുത്തെടുക്കാവേ, എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ. അപ്പോൾ ഇത് മൂത്തെടുത്തിട്ട് നമുക്കിനി കാണാവേ. ഇത് മൂക്കുന്ന സമയത്ത് നമ്മൾ നാരങ്ങ ഇടുന്നത് വലിയ വെന്തോളൂ. അപ്പോൾ അത് റെഡിയാക്കാം. അപ്പം നമ്മുടെ മുളകും മല്ലി നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കോരി മാറ്റിയിട്ട് ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോഴേ നമ്മുടെ നാരങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് അത് കോരി മാറ്റാം. ഏകദേശം ആവി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്കിത് മുറിച്ചെടുക്കണം. നമ്മളെ നാരങ്ങയൊക്കെ നന്നായിട്ട് മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്ത്. വലിയ നാരങ്ങയായിരുന്നു. അപ്പോൾ അത് നമ്മൾ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. കുരു മാറ്റിയിട്ടുണ്ട്. കുരുവൊക്കെ നമ്മൾ മാറ്റി ചിലപ്പോൾ കയ്പ്പ് വരാൻ സാധ്യത എടുത്ത് കടിച്ചു കഴിയും. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ ചീനച്ചട്ടിയിലാണ് നമ്മുടെ എന്നത്തെ പോലെ നമ്മൾ ചീനച്ചട്ടിക്കകത്താണ് നമ്മുടെ പരിപാടി. പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ വെള്ളമില്ല, പിന്നെ നമ്മൾ വിനാഗിരിയും ചേർക്കുന്നില്ല. ഒത്തിരി നാളത്തേക്ക് അങ്ങ് ഇരിക്കാനാണെങ്കിൽ പോലും ഉണ്ടല്ലോ, നല്ലെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ പോലും ഇരുന്നു. വിനാഗിരിയുടെ ആവശ്യമില്ല, കാര്യം ഓൾറെഡി നാരങ്ങയ്ക്ക് നമുക്ക് പുളി ഉള്ളതാണ്. വിനാഗിരിയുടെ ആവശ്യമില്ല. പിന്നെ ചേർക്കണം നിർബന്ധമുള്ളവർക്ക് നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ചേർക്കാം. അപ്പൊ നമ്മള് എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലെണ്ണ എടുക്കാനാണ് നല്ലത്. അതെ, നല്ലെണ്ണ ഇപ്പൊ ഏത് എണ്ണയിൽ വേണേലും നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മള് നമ്മുടെ പാരമ്പര്യമായ രീതിയിൽ പണ്ട് തൊട്ടേ നല്ലെണ്ണക്കകത്താണ് നമ്മൾ ടേസ്റ്റും നല്ലെണ്ണക്കകത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി കടുക് നമ്മള് ഇച്ചിരി കൂടുതൽ കടുക്. ഇത് നമ്മള് സാധാരണ നമ്മള് കടുക് പൊട്ടിക്കുമ്പോ നമ്മളൊരു നുള്ളേ ഇടത്തുള്ളൂ. പക്ഷെങ്കില് അച്ചാറിലൊക്കെ ഇടുമ്പോ കുറച്ചും കൂടുതൽ കടുക് ഇടുക. കടുകും കറിവേപ്പിലൊക്കെ അച്ചാറിനൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതിനെ തൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി നമ്മള് നീളത്തില് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നീളത്തിൽ വേണമെങ്കിലും അരിയാം, അല്ലാതെ കുഞ്ഞു കഷ്ണങ്ങളാക്കി വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ഒരു വെളുത്തുള്ളിയുടെ മുഴുവൻ അരി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കറിവേപ്പില. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴേ ഉലുവ ചേർക്കാതെ നമ്മള് നേരത്തെ തന്നെ ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കാം. ഇപ്പൊ ചേർക്കാൻ ആ പൊടിയാണ് നമ്മളിനി ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ആയിട്ടുണ്ട്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടുതൽ എണ്ണ ഉള്ളപ്പോഴുള്ള തെറിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ കയ്യൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ ഡ്രസ്സിലും മേത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ മറ്റേ എന്താ പറയുക കാന്താരി മുളക് വേണമെങ്കിൽ ചേർക്കാം. വ്യത്യസ്തമായ ഈ പച്ചമുളകിനേക്കാളും ടേസ്റ്റ് അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ രസമല്ല.
അപ്പൊ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം റെഡി ആയിട്ടുണ്ട്. നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നതിനകത്ത് ഏറ്റവും പണിയുള്ളൊരു സംഭവം നാരങ്ങ ഒന്ന് മുറിച്ചെടുക്കുക എന്നുള്ള ഒരു പരിപാടി. ഇതുണ്ടല്ലോ ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ മുറിക്കാൻ വലിയ പാടാണ്. പിന്നെ ചിലരുണ്ട് ഇത് മുറിച്ച് വെച്ചിട്ട് ആവി കയറ്റുന്നതും. അങ്ങനെ ചെയ്യുന്നേക്കാളും നല്ലത് മുറിക്കാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിന്റെ നീരല്ല അല്ലെങ്കിൽ അങ്ങ് പോകുമേ, അത് കാരണം. അപ്പൊ നമുക്കിനി നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടി എന്നാലും അതിന്റെ ടേസ്റ്റ് വരും. അപ്പൊ കായപ്പൊടി കട്ട ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതങ്ങ് അലുത്ത് പോകുള്ളൂ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളാണ്. നമ്മുടെ ഉലുവയും മല്ലിയും പിന്നെ പിന്നെ അത് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചാണ്. ഓൾറെഡി നമ്മുടെ പൊടി നന്നായിട്ട് വറുത്ത് നമ്മൾ എടുത്താണ്. പിന്നെ ഇനി ഒത്തിരി കരിഞ്ഞു പോവാതെ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ കാണാനും ഭംഗിയാണ്, അതിന്റെ ടേസ്റ്റ് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർക്കാവേ. ഈ അച്ചാറിനിടുമ്പോൾ മഞ്ഞപ്പൊടി സാധാരണക്കാട്ടിലും കൂടുതൽ ഇടണം. ഇപ്പം നമ്മൾ 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. എരിക്കും കൊഴുപ്പിനും എല്ലാം ആവശ്യമായിട്ടുള്ളത് കൊഴുപ്പും വേണം. കാശ്മീരി പൊടിയാണ് അതിന് ബെറ്റർ. അപ്പം എരിവാണെങ്കിൽ അങ്ങ് അധികം ആകത്തുമില്ല. അത്യാവശ്യം പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ കഴിക്കാം. ഇപ്പം നമ്മൾ 1.5 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ഇട്ടത്. നമ്മുടെ പൊടി ഐറ്റത്തിൻ്റെ എല്ലാം പച്ചമണമുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതൊരു ഉപ്പിട്ടില്ലേ, ഇനി വേണം ഉപ്പിടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ നമ്മൾ നാരങ്ങ മുറിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് നാരങ്ങ നീരും വന്നിട്ടുണ്ട്. ആ നീരുൾപ്പെടെ നമ്മൾ അങ്ങ് വടിച്ചങ്ങ് ഇടുക. പിന്നെ നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒന്നെങ്കിൽ കൽച്ചട്ടി അല്ലെങ്കിൽ ഇതുപോലത്തെ ചീനച്ചട്ടിയോ അലുമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോ ഈ സ്പൂൺ ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കറി ഇളക്കാൻ നമുക്കൊരു സൗകര്യത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും നമ്മൾ മുൻപന്തി നിൽക്കണം. അത് തന്നെ. എന്നാൽ മാത്രമേ ഈ സമയത്ത് ഇച്ചിരി മുൻപന്തിയിൽ നിന്നാൽ മാത്രമേ നമ്മുടെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആകുള്ളൂ. പിന്നെ ചില ആൾക്കാർ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ പഞ്ചസാര ചേർക്കുന്നവരുണ്ട്, ശർക്കര ചേർക്കുന്നവരുണ്ട്. പക്ഷെ നമ്മള് സാധാരണ അത് ചേർക്കാറില്ല. അങ്ങനെയാണ് നമ്മൾ. അപ്പം നമുക്ക് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ആ ഉപ്പ് ചേർത്തതും മുളകും ഇതെല്ലാം നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ആവണം. ഇനി നമ്മൾ ഒത്തിരി വേവിക്കുന്നില്ല, കാരണം നമ്മൾ നേരത്തെ തന്നെ ആവി കയറ്റിയതായതുകൊണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് 1 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നോക്കാം. അപ്പം നമ്മുടെ അച്ചാർ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് സംഭവം. പക്ഷെ ഇപ്പം അതിന്റെ ഉപ്പും ഇതൊന്നും പിടിക്കത്തില്ല. കാര്യം വെച്ചാൽ ഇത് കുറച്ചു നേരം ഇരിക്കണം. ഇരുന്ന് കഴിയുമ്പോഴാണ് അച്ചാർ ഒരാഴ്ചയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴല്ലോ അതിന്റെ ടേസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും ടേസ്റ്റ് വരത്തുള്ളൂ. കാര്യം നമ്മളിപ്പം ഓണത്തിന് മുമ്പേ, അതായത് സാധാരണ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. തിരുവോണത്തിനൊരു ഒരാഴ്ച മുമ്പേ നമ്മൾ അച്ചാർ ഐറ്റംസ് കംപ്ലീറ്റ്, അച്ചാർ മറ്റേ വറക്കല് പൊരിക്കല് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാഴ്ച 2 ആഴ്ച മുമ്പേ അങ്ങ് ചെയ്തു വെക്കും. പാട്ടകത്തൊക്കെ കഴിട്ട് വേറൊരു കാര്യം റെഡിയാക്കി വെക്കണം. അങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ അച്ചാർ തയ്യാറാക്കി വെച്ച് തുടങ്ങി കഴിഞ്ഞാല് നമുക്ക് ഓണം ആകുമ്പോഴത്തേനും എല്ലാം നല്ല സെറ്റ് ആയിട്ട്. അതെ. പിന്നെ നാരങ്ങ അച്ചാർ പറഞ്ഞാൽ നമ്മൾ മറ്റേ കറുനാരങ്ങ വെച്ച് മറ്റേ വെള്ള അച്ചാർ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അപ്പം നാരങ്ങ ഏതെങ്കിലും ഒരെണ്ണായാലും മതി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പായസം കൂട്ടുമ്പോൾ ചെറുതായിട്ട് തൊട്ട് വെക്കണ്ടേ അപ്പം ചെറുനാരങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ മറ്റേ വറുത്ത എന്താ പറയുക മസാല ചേർക്കുക. വിനാഗിരി ചേർക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും മിക്കപ്പോഴും വിനാഗിരി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിനാഗിരി ചേർക്കാതെ ഒന്ന് റെഡിയാക്കി നോക്കുക. രുചിക്ക് യാതൊരു കുറവും വരത്തില്ല. നല്ല ടേസ്റ്റാണ്. നമുക്ക് വയറിന് ഒന്നും ഗ്യാരണ്ടി ആയിട്ടുള്ള സാധനമാണ്.
ചില ആൾക്കാർക്ക് വിനാഗിരി ഒന്നും വയറ്റി ചിലർക്ക് പിടിക്കത്തില്ല, ഇപ്പൊ എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ലല്ലോ. അപ്പൊ ഇതുപോലെ തയ്യാറാക്കി നോക്കാം. നമുക്ക് മറ്റേ കറിവേപ്പിലൊക്കെ ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തു. പിന്നെ നമ്മൾ പറയാനില്ലേ പച്ചമുളകിന് വരെ കാന്താരി മുളക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു, പക്ഷെ കിട്ടത്തില്ല. നമ്മൾ കാന്താരി മുളക് ഇവിടെ കിട്ടാൻ വലിയ പാടാ. ഇനി നാട്ടിൽ പോകുമ്പോൾ ഒരു തൈ കൊണ്ടുവരണം. അപ്പം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. അപ്പൊ നമുക്ക് ഇത്തവണത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. അപ്പം ഓരോ ദിവസം നമ്മൾ ചെറിയ ചെറിയ ഐറ്റമായിട്ട് നമുക്ക് വരാം. ഇനി നമുക്ക് ഒത്തിരി ഒത്തിരി വിഭവങ്ങളുണ്ട്. നമുക്ക് സദ്യക്ക് ഇഷ്ടംപോലെ കറികൾ വേണ്ടേ. വർഷത്തിൽ ഒരിക്കലല്ലേ നമുക്ക് സദ്യ തയ്യാറാക്കുന്നത്. അപ്പം ഒരുപാട് കറികളൊക്കെ വേണം നമുക്ക്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയുന്ന നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാം അല്ലേ. അപ്പം നാളെ നമുക്ക് വേറെ നമ്മുടെ സദ്യയുടെ തന്നെ വേറൊരു ഐറ്റമായിട്ട് നമുക്ക് നാളെ വരാം. അപ്പൊ ഇതുപോലെ നാരങ്ങ ഒന്ന് റെഡിയാക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായവും നിർദ്ദേശവും എല്ലാം ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് താഴത്തുനിന്ന് എഴുതിയേക്കാം. പിന്നെ പിന്നെ നിങ്ങൾ എല്ലാവരും ഓണമൊക്കെ എങ്ങനെ ആഘോഷിക്കുന്നത് നമ്മളിപ്പോ ഒരുപാട് എല്ലാ നാട്ടിലുള്ള നമ്മുടെ കുടുംബക്കാരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ നാട്ടിലെ ആഘോഷങ്ങളെ പറ്റിയൊക്കെ ഒന്ന് കമന്റ് അറിയണ്ടേ. ഓരോരുത്തർക്കും പല പല രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുമൊക്കെ ഒന്ന് എഴുതി കമന്റ് ആയിട്ടൊന്ന് എഴുതിയേക്ക് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഓണ വിഭവമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.